അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം പറയുകയാണ് ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം എന്താണ് തിയറം എന്ന് ഇപ്പോൾ പറയുന്നില്ല. തിയറം അതിൻ്റെ പ്രൂഫ് കഴിഞ്ഞ ശേഷം, സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ്, ആ പ്രൂഫ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നേ ഉള്ളൂ. ആദ്യം പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ ബെർണോളിസ് തിയറം നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ബെർണോളിസ് തിയറം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. എങ്ങനെ നമുക്ക് ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്യാം? അപ്പോൾ എന്താണ് ബെർണോളിസ് തിയറം പറയുന്നത് നമുക്ക് നോക്കാം. ബെർണോളിസ് തിയറത്തിന് സിനിമ. അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ ബെർണോളിസ് തിയറം എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ഫ്ലോയുടെ കൺസർവേഷൻ ഓഫ് എനർജിയാണ്. കൺസർവേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്മെന്റ് ആണ് ബെർണോളിസ് തിയറം എന്ന് പറയുന്നത്. ഞാനൊരു ഫ്ലോ സങ്കല്പിക്കാം. ഫിഗർ നോക്കാം. ഒരു ഫ്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ട്യൂബ് സങ്കല്പിച്ചിരിക്കുന്നു. ആ ട്യൂബിന് റെഗുലർ ക്രോസ് സെക്ഷൻ അല്ല, ഇറഗുലർ ക്രോസ് സെക്ഷൻ ആണ്. ഇതേക്കുന്ന ഒരു ഫ്ലോ സങ്കല്പിക്കുന്നു, ട്യൂബ് സങ്കല്പിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലിക്വിഡ് ഫ്ലോ ചെയ്യാൻ സങ്കല്പിക്കാം. ഇത് നമ്മുടെ റഫറൻസ് ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ട് രണ്ട് ക്രോസ് സെക്ഷൻ എടുക്കുന്നത്. ഇവിടെ ക്രോസ് സെക്ഷൻ എടുക്കുന്നു, ഞാൻ ഇവിടെ ക്രോസ് സെക്ഷൻ എടുക്കുന്നു. രണ്ടും സെയിം അല്ല, ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് പാർട്ടിന്റെ ക്രോസ് സെക്ഷന്റെ A1, രണ്ടാമത്തിന്റെ A2. അപ്പൊ സ്പീഡ് സെയിം ആയിരിക്കുമോ? സ്പീഡ് ഡിഫറെന്റ് ആയിരിക്കത്തില്ലേ? ഇവിടുത്തെ വെലോസിറ്റി V1, ഇവിടുത്തെ വെലോസിറ്റി V2. അപ്പൊ രണ്ട് പോയിന്റ് പേര് കൊടുക്കാം. നമുക്ക് സെക്ഷൻ A എന്നും സെക്ഷൻ B എന്നും പേര് കൊടുക്കാം. അപ്പൊ A എന്ന സെക്ഷനിലെ ഏരിയ ക്രോസ് സെക്ഷൻ A1, വെലോസിറ്റി V1, B സെക്ഷനിലെ ഏരിയ A2, വെലോസിറ്റി V2. ഓക്കെ. A എന്ന് പറയുന്ന പോലെ പ്രഷർ P1 എന്നും ഇവിടുത്തെ പ്രഷർ P2 എന്നും കിട്ടിയിരിക്കുക. നമുക്കറിയാം ലിക്വിഡ് ഫ്ലോ നടക്കണമെങ്കിൽ പ്രഷർ ഡിഫറൻസ് വേണം. A എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് അറ്റ് എ ഹൈറ്റ് ഓഫ് H1 ആണ്, B ഇരിക്കുന്നത് അറ്റ് എ ഹൈറ്റ് ഓഫ് H2 ആണ്, ഫ്രം റഫറൻസ് അല്ലെങ്കിൽ ഫ്രം ഗ്രൗണ്ട്. അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് ഒന്നാമത്തെ ഹൈറ്റ് H1, രണ്ടാമത്തെ ഹൈറ്റ് H2. ഓക്കെ, ശരി. നമുക്കറിയാം ഇത് ഫ്ലോ നടക്കണമെങ്കിൽ, ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലോ നടക്കണമെങ്കിൽ ഒരു പ്രഷർ മർദ്ദ വ്യത്യാസം കൊടുത്താൽ മാത്രമേ ലിക്വിഡ് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ വർക്ക് ചെയ്യുന്ന ആരാണ്? ഇത് ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് എൻഡിലെ പ്രഷർ ഡിഫറൻസ് ആണ്. ആ പ്രഷർ ഡിഫറൻസ് ചെയ്യുന്ന വർക്ക് അടുത്ത എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലേ? ആ പ്രഷർ ഡിഫറൻസ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. അതാണല്ലോ. അപ്പൊ ഈ വർക്ക് ഡൺ ബൈ ദ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയുടെ സമ്മിന് തുല്യമായിരിക്കും. പറഞ്ഞാൽ പോലെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. ഓക്കെ, ഞാൻ ഈ ഫ്ലോയിൽ ഒരു ചെറിയ പാർട്ട് എടുക്കണം. ചെറിയ പാർട്ട്, ഈ ചെറിയ പാർട്ടിനെ ഏരിയ ഞാൻ A എന്ന് സങ്കല്പിക്കുക. ഏരിയ A, ഒരു ചെറിയ ക്രോസ് സെക്ഷൻ ഏരിയ A. അവിടുത്തെ പ്രഷർ ഞാൻ P എന്ന് സങ്കല്പിക്കുക. അവിടുത്തെ പ്രഷർ P എങ്കിൽ ആ ലെയറിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഓൺ ലെയർ ഫോഴ്സ് ഓൺ ലെയർ ഫോഴ്സ് ഓൺ ലെയർ ഈക്വൽ ടു P into A. ഫോഴ്സ് ഓൺ ലെയർ ഈക്വൽ ടു P into A. കാരണം പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പൊ ഈ ഫോഴ്സ് കൊണ്ട് ഈ പാർട്ട് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്ത് dx, ഒരു dx പാർട്ട് ഡിസ്പ്ലേസ് ചെയ്തെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഡൺ എത്ര? വർക്ക് ഡൺ is equal to വർക്ക് ഡൺ, സ്മാൾ വർക്ക് ഡൺ dw is equal to F into dx അല്ലേ? F means P into A into dx അല്ലേ? dw is equal to F into dx. F ന് പകരം P into A, പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി A dx എന്താണ്? ഏരിയ, ഈ ഏരിയ ക്രോസ് സെക്ഷനെ ഈ dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും പാർട്ടിന്റെ വോളിയം കിട്ടത്തില്ലേ? ക്രോസ് സെക്ഷൻ ഏരിയന്റെ ലെങ്ത് എന്ന് പറയുന്ന വോളിയം അല്ലേ? അപ്പൊ A dx എന്താ? A dx equal to P dv എന്ന് എഴുതാം. അപ്പൊ വർക്ക് ഡൺ dw is equal to P dv എങ്കിൽ, അപ്പൊ dv വോളിയത്തിൽ ചെയ്യുന്ന വർക്കാണ് P dv എങ്കിൽ യൂണിറ്റ് വോളിയത്തിലെ വർക്ക് എത്ര? വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം. വർക്ക് ഡൺ പെർ വോളിയം എന്ന് വെച്ചാൽ ഈ dv കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈക്വൽ ടു എത്ര? P എന്ന് കിട്ടിയോ?
അപ്പൊ ഏത് പാർട്ട് എടുത്താലും ആ പാർട്ടില് യൂണിറ്റ് വോളിയത്തിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വോളിയത്തിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് പ്രഷറാണ്. എങ്കിൽ എ എന്ന പാർട്ട് എടുത്താൽ അവിടുത്തെ വർക്ക് നമ്പർ യൂണിറ്റ് വോളിയം എത്ര? ഏതെങ്കിലും നിങ്ങൾ എ മുതൽ ബി വരെയുള്ള പാർട്ടിൽ ഏതെങ്കിലും ക്രോസ് സെക്ഷൻ എടുത്താൽ അവിടുത്തെ വർക്ക് നമ്പർ യൂണിറ്റ് വോളിയമാണ് അവിടുത്തെ പ്രഷർ. എങ്കിൽ എ എന്ന പോയിന്റിലെ വർക്ക് നമ്പർ യൂണിറ്റ് വോളിയം എത്ര? എ എന്ന് പറയുന്ന പാർട്ടിലെ വർക്ക് നമ്പർ യൂണിറ്റ് വോളിയം എത്ര? അവിടുത്തെ പ്രഷർ P1 അല്ലേ, ബിയിലോ പ്രഷർ P2 അല്ലേ? അപ്പൊ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം അറ്റ് എ ഈക്വൽ ടു P1 എന്ന് എഴുതാമോ? വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം അറ്റ് ബി ഈക്വൽ എന്ത് എഴുതാം? P2 എന്ന് എഴുതിക്കൂടെ? അപ്പൊ എയിലെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം P1 ഉം ബിയിലെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയം P2 ആണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ എത്ര? വർക്ക് ചെയ്യുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്. എവിടുന്ന് എങ്ങോട്ടാ ഫ്ലോ നടക്കുന്നത്? എന്ന് ബിയിലോട്ടാണോ ബിന്ന് എയിലോട്ടാണോ? എ ടു ബി അല്ലേ? അപ്പൊ എ ടു ബി ആണെങ്കിൽ പ്രഷർ P1 കൂടുതലും P2 കുറവായിരിക്കണ്ടേ? അപ്പൊ വർക്ക് ഡൺ ബൈ ദ പ്രഷർ ഡിഫറൻസ് മീൻസ് P1 മൈനസ് P2. സോ നെറ്റ് വർക്ക് ഡൺ ബൈ ദ പ്രഷർ ഡിഫറൻസ് എത്ര? നെറ്റ് വർക്ക് ഡൺ ബൈ ദ പ്രഷർ ഡിഫറൻസ് ഈക്വൽ ടു എന്ത് എഴുതാം? P1 മൈനസ് P2 എന്ന് എഴുതാം. ക്ലിയർ ആയോ? വർക്ക് ഡൺ ബൈ ദ പ്രഷർ ഡിഫറൻസ് ഈക്വൽ ടു P1 മൈനസ് P2. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി. ഇനി എ എന്ന് പറയുന്ന പോയിന്റിലെ കൈനറ്റിക് എനർജി എത്ര? കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² ആണല്ലോ. ഇവിടെ ഫ്ലോ ചെയ്യുന്ന സ്പീഡ് അറിയാം, അവിടുത്തെ മാസും അറിയാമെങ്കിൽ ഹാഫ് mv² എടുത്താൽ മതി. അപ്പൊ കൈനറ്റിക് എനർജി അറ്റ് എ ഈസ് ഈക്വൽ ടു ഹാഫ് mv². സംശയമില്ലല്ലോ? കൈനറ്റിക് എനർജി മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി കൊടുത്തേ, ഈക്വൽ ടു ഹാഫ് മാസ് വോളിയം വി റോ ഇൻറ്റു v1². വി മീൻസ് വോളിയം. എങ്കിൽ കൈനറ്റിക് എനർജി പെർ വോളിയം എടുത്താലോ? യൂണിറ്റ് വോളിയത്തിലെ കൈനറ്റിക് എനർജി എടുത്താൽ ഈ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? യൂണിറ്റ് വോളിയത്തിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിവൈഡ് ബൈ വോളിയം. അപ്പോ കൈനറ്റിക് എനർജി ബൈ വോളിയം എത്ര? ഹാഫ് റോ v1². ഹാഫ് റോ v1². കൈനറ്റിക് എനർജി പെർ വോളിയം അറ്റ് ബി എത്ര? ഇതുപോലെ എഴുതിയാൽ അറ്റ് ബി എത്ര? എയില് കൈനറ്റിക് എനർജി പെർ വോളിയം ഹാഫ് റോ v1² എന്ന് കിട്ടിയാൽ ബിയിൽ എത്ര? ഹാഫ് റോ v2² എന്ന് കിട്ടി. എയിന്ന് ബിയിലോട്ട് പോകുമ്പോൾ റോ മാറുന്നില്ല. v1 v2 സെയിം ആണോ? ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടുമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി കൂടുതലും ഇത് കുറവല്ലേ? അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൈനറ്റിക് എനർജി ഗെയിൻ ആണോ ലോസ് ആണോ? കൈനറ്റിക് എനർജി ഗെയിൻ ആണോ ലോസ് ആണോ? ഗെയിൻ അല്ലേ? അപ്പൊ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി എത്ര? ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് റോ v2² മൈനസ് ഹാഫ് റോ v1². ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി കിട്ടി. ഗെയിൻ ഇൻ കൈനറ്റിക്, അപ്പൊ ഫ്ലോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി കൊണ്ടാകുന്ന ഗെയിൻ കിട്ടി. ഇനി എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്നല്ലേ പഠിച്ചേക്കുന്ന? mgh. എമ്മിന് പകരം വോളിയം ഡെൻസിറ്റി gh, v റോ gh ഏതായാലോ? കുഴപ്പമില്ലല്ലോ. ശരി, v റോ gh എന്ന് കിട്ടി. എങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം എടുത്താലോ? പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം എടുത്താൽ എത്ര? റോ ജി എച്ച് എന്ന് കിട്ടത്തില്ലേ? പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം എടുത്താൽ റോ ജി എച്ച് എന്ന് കിട്ടി. അപ്പൊ എയിൽ എത്ര? therefore PE per വോളിയം അറ്റ് എ എഴുതിയാൽ അത് റോ ജി എച്ച് 1. ഈ ഹൈറ്റ് h അല്ലേ? പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം അറ്റ് ബി എഴുതിയാലോ?
റോ ജി എച്ച് ടു അല്ലേ? ഇവിടുത്തെ ഹൈറ്റ് h1 ഉം ഇവിടുത്തെ ഹൈറ്റ് h2 അല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം അറ്റ് എ എന്ന് പറയുന്നത് റോ ജി h1 ഉം പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം അറ്റ് ബി എന്ന് പറയുന്നത് റോ ജി h2. എങ്കിൽ ഗെയിൻ പൊട്ടൻഷ്യൽ എത്ര? ഗെയിൻ പി എത്ര? h2 അല്ലേ വലുത്? h1 ചെറുതും h2 വലുതും അല്ലേ? That is equal to rho g into h2 minus h1. Question number 3. മൂന്ന് ഇക്വേഷൻ കിട്ടിയോ? നിങ്ങൾ ചെയ്ത ഇത്രയേ ഉള്ളൂ. വർക്ക് ഡൺ ബൈ ദ പ്രഷർ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിച്ചു, P1 മൈനസ് P2. എന്നിട്ട് രണ്ട് പോയിന്റ് എ എന്ന പോയിന്റിലെയും ബി എന്ന പോയിന്റിലെയും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കണ്ടുപിടിച്ചു. അവിടെ മാസിന് പകരം വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് കൊടുത്തു. എല്ലാ കേസിലും ഇവിടെ വർക്ക് ഡൺ പെർ യൂണിറ്റ് വോളിയമാണ്, ഇവിടെ കൈനറ്റിക് എനർജി പെർ വോളിയമാണ്, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയമാണ്. അത് യൂണിറ്റ് വോളിയത്തിലെ കൈനറ്റിക് എനർജി ഗെയിൻ, യൂണിറ്റ് വോളിയത്തിലെ പൊട്ടൻഷ്യൽ ഗെയിൻ, യൂണിറ്റ് വോളിയത്തിലെ വർക്ക് ഡൺ കണ്ടുപിടിച്ചു. ഇനി കൺസർവേഷൻ അനുസരിച്ച് ഈ വർക്ക് എന്ന് പറയുന്ന നെറ്റ് വർക്ക് ഡൺ പൊട്ടൻഷ്യൽ ഗെയിൻ കൈനറ്റിക്കിനെ സമ്മിന് തുല്യമായിട്ട് വരട്ടെ. Therefore by conservation of energy, work done by the pressure difference equal to gain in kinetic energy plus gain in potential energy. That is P1 minus P2 equal to half rho V2 square minus half rho V1 square plus rho g h2 minus rho g h1. ക്ലിയർ ആയോ? ഇത് ഗെയിൻ കൈനറ്റിക് എനർജി, ഇത് ഗെയിൻ പൊട്ടൻഷ്യൽ എനർജി. അവയുടെ സമ്മാണ് നെറ്റ് വർക്ക് ഡൺ P1 മൈനസ് P2. ഓക്കെ, ഇനി ഇതിനകത്ത് സഫിക്സ് 1 വരുന്ന എല്ലാം ഈ ലെഫ്റ്റിലും കൊണ്ടുവരിക, 2 വരുന്ന എല്ലാം റൈറ്റിലും കൊണ്ടുപോകുക. അപ്പൊ എന്ത് വരും? P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി h1 ഈക്വൽ ടു, കാരണം ഇത് രണ്ട് മൈനസ് ടേം ആണ്, മൈനസ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആയി, ഈ മൈനസ് P2 അപ്പുറം പോട്ടെ, അപ്പൊ പ്ലസ് P2 ആയില്ലേ? P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി h2. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ പറഞ്ഞേ, ഒരു പോയിന്റിലെ പ്രഷർ, കൈനറ്റിക് എനർജി പെർ വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം. അടുത്ത പോയിന്റിലെ പ്രഷർ, അടുത്ത പോയിന്റിലെ കൈനറ്റിക് എനർജി, അടുത്ത പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി രണ്ടും തുല്യം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഏത് ഫ്ലോ എടുത്താലും അവിടെ പ്രഷറിന്റെയും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമായ ഹാഫ് റോ വി സ്ക്വയറിന്റെയും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയമായ റോ ജി എച്ചിന്റെയും സം എന്ന് പറയുന്നത് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. P plus half rho v square plus rho g h equal to constant. ഈ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറം. For a fluid flow, it obeys conservation of energy. That means the sum at any part of the fluid flow, the sum of the pressure energy, kinetic energy and potential energy at any part of the fluid flow remains constant. ഇതാണ് നമ്മുടെ ബെർണോളിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ്സ് സിംപ്ലി കൺസർവേഷൻ ഓഫ് ഫ്ലൂയിഡ്സിലെ കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ.